നിങ്ങളുടെ CV ATS ആണോ? നിങ്ങളുടെ CV ATS അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഈ രീതിയിലുള്ള പല പരസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ATS എന്താണെന്ന് കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പരസ്യങ്ങൾ കണ്ട് പേടിച്ച് ATS ആണോ ATS അല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ATS എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ATS എങ്ങനെ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ATSൻ്റെ ഫുൾ ഫോം തന്നെ എടുക്കുക. ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ആപ്ലിക്കൻറ്റിനെ ട്രാക്കിംഗ് ചെയ്യാൻ വേണ്ടി HR യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ATS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആരാണ് ആപ്ലിക്കൻ്റ്? ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന ആളാണ് ആപ്ലിക്കൻ്റ്. അപ്പോൾ ആപ്ലിക്കൻ്റ് അയക്കുന്ന ആപ്ലിക്കേഷൻ ഒരു കമ്പനിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് എവിടെ എത്തി, എങ്ങോട്ടൊക്കെ പോയി എന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതായത് പല MNC കമ്പനികളിലും ഒരു ജോലിക്ക് ഒരു 3-4 റൗണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ എടുക്കുന്നത് എപ്പോഴും പല രാജ്യങ്ങളിൽ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ എടുക്കുന്നത്, അയാൾ കാൻഡിഡേറ്റ് കറൻ്റ്ലി കൊച്ചിയിലാണെങ്കിൽ നാളെ അയാൾ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും. HR ടീം ഇരിക്കുന്നത് ചിലപ്പോൾ മുംബൈയിലായിരിക്കാം. എന്നാൽ ഇയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ US-ലോ UK-ലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ലെങ്തി പ്രൊസീജിയറാണ്. ഒരിക്കലും ഒരു റെസ്യൂം ഒരു HR-ൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2-3 റൗണ്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണം, അതിൻ്റെ ഫീഡ്ബാക്ക് ഈ സിസ്റ്റത്തിലോട്ട് വരണം. അതേ സെയിം ടൈം ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ ക്ലയൻറ്റിനും മെയിൽ പോകണം, അതുപോലെ ഇൻ്റർവ്യൂവറിന് മെയിൽ പോകണം. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു HR-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വന്ന് തിരിച്ച് അതിൽക്ക് ഇൻ്റർവ്യൂസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആൾക്കൊരു ഓഫർ പോയി അദ്ദേഹം പിന്നെ ജോയിൻ ചെയ്ത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സോഫ്റ്റ്വെയറിലുണ്ടായിരിക്കും. അതല്ലാതെ ഈ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ ആ ഒരു റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ കമ്പനികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് പല രാജ്യങ്ങളിലായിട്ട് ഉള്ള കമ്പനീസ്, എംപ്ലോയീസ് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ്, അതുപോലെ തന്നെ ഒരു വീക്കിലി ഒരു 200-300 റിക്രൂട്ട്മെൻറ്റ്സ് ചെയ്യുന്ന കമ്പനീസ്, അവരൊക്കെ മാത്രമേ ഈ ATS സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള കമ്പനികൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ CV ഒരു ATS കംപ്ലൈൻറ്റ് ആവണ്ടോ എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ATS സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഈ ATS സോഫ്റ്റ്വെയർ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഗൂഗിളാണ് എടുക്കുന്നതെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു ഓൺ ATS തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഹയർ അല്ലെങ്കിൽ G-ഹയർ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ IBM എടുക്കുകയാണെങ്കിൽ IBM ഓവർ ദി ഇയേഴ്സ് ലാസ്റ്റ് 10 ഇയേഴ്സിൽ അവർ 3-4 സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനീഷ്യലി GOM എന്ന് പറഞ്ഞിട്ട് GOM എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു. പിന്നെ IBMൻ്റെ ഓൺ കമ്പനി ഒരു കെനെക്സ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ SAP സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി മറ്റൊരു പുതിയ ATS സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ബാക്ക് എൻഡിലാണ് ഈ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡിലിരിക്കുന്ന ഒരാൾക്കും ഇതിൻ്റെ പ്രവർത്തനം അറിയാൻ സാധിക്കില്ല. റിക്രൂട്ടേഴ്സിന് പലപ്പോഴും ഇതിലോട്ടൊരു ആക്സസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ATS സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഖത്തർ എയർവേസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും അവരവരുടെ ഇൻറ്റേർണൽ സോഫ്റ്റ്വെയറിനോട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ERP-യോട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ATS ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സോഹോ റിക്രൂട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ഡേ എന്ന് പറഞ്ഞ ATS ഉണ്ട്. ഇതെല്ലാമാണ് നോർമലി മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന ATS സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ റീസെൻ്റ്ലി AI വന്നതിന് ശേഷം ചില പുതിയ ATS സോഫ്റ്റ്വെയർസൊക്കെ ഓൾറെഡി നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ATSനെ കുറിച്ചുള്ള ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല വീഡിയോസിലും നമ്മൾ കാണുന്നുണ്ട് ATS വളരെ പുതിയ ടെക്നോളജിയാണ്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ UK-ൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു 30 വർഷമായിട്ട് എല്ലാ കമ്പനീസിലും എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിലും ഈ ATS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല. ഇത് വേണമെങ്കിൽ ഒരു 2 വർഷം മുന്നേ ഏതോ ഒരു വ്ളോഗർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് നാട്ടിൽ കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഒരു 25-30 വർഷമായിട്ട് ഇന്ത്യയിലും വിദേശത്തും മിഡിൽ ഈസ്റ്റിലും എല്ലായിടത്തും ഈ ATS സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ്, അതല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത് എല്ലാ കമ്പനിയും ATS ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഒന്നാലും അത് മൾട്ടിനാഷണൽ കമ്പനി ആയിരിക്കണം, അതല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 100-200 പേരെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു കോസ്റ്റ് എഫിഷ്യൻറ്റ് സോഫ്റ്റ്വെയർ ഒന്നുമല്ല. ഇപ്പോൾ ലോകത്തുള്ള കമ്പനീസിൽ ഒരു മാക്സിമം ഒരു 20% ഓഫ് കമ്പനീസ് മാത്രമേ ഇന്ന് ATS സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഏറ്റവും കൂടുതൽ കാണുന്നത് ATSൻ്റെ സ്കോർ കുറഞ്ഞു പോയി, ATS സ്കാനറിൽ അങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറയും.
ശരിക്കുള്ള ATS ഒരു ATS സോഫ്റ്റ്വെയറിലും ATS സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന എല്ലാ ATS സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ ATS സ്കാനേഴ്സ് അതെല്ലാം റെസ്യൂം റൈറ്റിംഗ് കമ്പനീസിൻ്റെ ഒരു സോഫ്റ്റ്വെയർസാണ്. അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നേക്കുന്ന ഒരു വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ATS സ്കാനേഴ്സ് അല്ലെങ്കിൽ സ്കോർ ചെക്കേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ആ സൈറ്റിലേക്ക് കയറുകയോ നിങ്ങളുടെ റെസ്യൂം അവിടെ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഒബ്വിയസ്ലി അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെങ്കിൽ അവർക്ക് നിങ്ങളെ റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ആഡ്സ് പിന്നെ നിങ്ങൾ എവിടെ പോയാലും അവരുടെ ആഡ്സ് തന്നെയാണ് കാണുക. നിങ്ങളുടെ റെസ്യൂം അതല്ല ഞങ്ങളുടെ സർവീസ് എടുക്കൂ എന്ന് പറഞ്ഞുള്ള ആഡ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങളൊരു ഗൂഗിളിൽ തന്നെ നിങ്ങളൊരു ATS സ്കോർ ചെക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരു 100-200 സൈറ്റുകൾ കാണും. ഇതിലൊരു 10 സൈറ്റുകൾ നിങ്ങൾ എടുത്തിട്ട് ഈ 10ലും നിങ്ങളുടെ റെസ്യൂം നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുക. ഒരിക്കലും 2-3 സൈറ്റിൽ ഇത് നിങ്ങളുടെ സെയിം സ്കോർ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ATS സ്കാനേഴ്സ് അല്ലെങ്കിൽ ATM സ്കോർ എന്ന് പറയുന്നത് ഒരു ബിഗ് സ്കാമാണെന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ATSൽ ഫോട്ടോ ഉള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് തികച്ചും തെറ്റാണ്. കാര്യം ATS സോഫ്റ്റ്വെയർസ് ഇമേജ് റീഡ് ചെയ്യില്ല എന്നുള്ളൊരു സത്യമാണെങ്കിലും ഫോട്ടോയിൽ നമുക്ക് അതിൽ വയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഫോട്ടോയിൽ കണ്ടൻറ് ഒന്നും വരുന്നില്ല. കണ്ടൻറ് റീഡ് ചെയ്യാണ് ATSൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻറ് ഉള്ള ഇമേജസ്, അതായത് നമ്മൾ ചിലരൊക്കെ ഈ ഹെഡിങ്സൊക്കെ പലപ്പോഴും ഇമേജസ് ആയിട്ട് വയ്ക്കും, ആ ഭാഗം റീഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തിട്ടുള്ള റെസ്യൂമേ ആണെങ്കിലും കുഴപ്പമില്ല, കളർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫാൻസി റെസ്യൂംസ് ATS റിജക്റ്റ് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. ATSന് കണ്ടൻറ് റീഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഫാൻസി ആയാലും അതിപ്പോൾ കളേർഡ് ആയാലും ഒന്നും അതിന് പ്രശ്നമില്ല. ഫോട്ടോ വെച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇൻഫാക്ട് ഫോട്ടോ വെക്കുന്നതാണ് നമ്മൾ ഈവൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എടുത്ത് കാണിക്കാൻ ഫോട്ടോയ്ക്ക് പറ്റും. കൂടുതൽ ഇതിലും ആ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്ലിക്കൻറ്റിനാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് അത് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്നത് റെസ്യൂം ബേസ്ഡ് ആയിട്ടായിരിക്കില്ല, പലപ്പോഴും നിങ്ങളുടെ ആപ്ലിക്കേഷനെ ആയിരിക്കും അത് റിജക്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ ജോബ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുന്ന കുറേ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ തന്നെ എടുക്കുക. ഇതൊക്കെ നിങ്ങൾ റെസ്യൂമിന് പുറമേ നമ്മൾ ഈ ജോബ് പോർട്ടലിലും ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ജോബിന് അവർ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നോക്കുന്നത് ഒരു ഇന്ത്യൻ നാഷണലിനെ അല്ല എങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് റെസ്യൂം ചെയ്താലും നിങ്ങളുടെ റെസ്യൂം ATS ഫ്രണ്ട്ലി ആകത്തില്ല. കാരണം നിങ്ങളൊരു ഇന്ത്യൻ നാഷണലാണ്, പെർട്ടിക്കുലർ കമ്പനി ഒരു ഇന്ത്യൻ നാഷണലിനെ റിക്രൂട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതായത് ഡ്യൂ ടു വിസ റെഗുലേഷൻസിനൊക്കെ പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യൻസിനെ അല്ല, അവർ ചിലപ്പോൾ ഫിലിപ്പിനോസിനെ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ ശ്രീലങ്കൻസിനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനിൽ നിങ്ങൾ എവിടെ നിന്ന് റെസ്യൂം ചെയ്താലും അതൊരിക്കലും ATS ഫ്രണ്ട്ലി ആകത്തില്ല. അപ്പോൾ അത് ആപ്ലിക്കേഷനാണ്, അതാണ് ആ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ BTech ആണ് നിർബന്ധമായിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു ഡിപ്ലോമ ഗ്രാജുവേറ്റ് ആണെങ്കിൽ കാര്യമില്ല, നിങ്ങൾ ഒരിക്കലും സെലക്ട് ആകത്തില്ല, അത് ATS ത്രൂ ആവത്തില്ല. അപ്പോൾ പോയിന്റ് ഇത്രയാണ്, റെസ്യൂമിനേക്കാളും നിങ്ങളുടെ ആപ്ലിക്കേഷനാണ് മാച്ച് ചെയ്യണം. അപ്പോൾ അത് മാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് ശരിക്കും നോക്കണം. അതിൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ എഡ്യൂക്കേഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, അതിൽ നിങ്ങളുടെ നാഷണാലിറ്റി, അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവൽ, ഇപ്പോൾ 5 ഇയേഴ്സിന് താഴെയുള്ള ആളെ എടുക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് ആ റിക്വയർമെൻറ്റിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 10 വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല കമ്പനിയിൽ വർക്ക് ചെയ്താലും നിങ്ങളുടെ റെസ്യൂം ഒരിക്കലും ത്രൂ ആകത്തില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ATS സോഫ്റ്റ്വെയർ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഏതാണ്, ഫോണ്ടിൻ്റെ സൈസ് ഏതാണ്, കളർ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഒരൊറ്റ ATS സോഫ്റ്റ്വെയർസും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനിൽ വരുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നോക്കണമെങ്കിൽ നിങ്ങൾ ആ ജോബ് റിക്വയർമെൻറ്റ് ശരിക്കും വായിച്ച് നോക്കി, ചുമ്മാ കാണുന്ന എല്ലാ ജോബിനും അപ്ലൈ ചെയ്യാതെ അത് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നതാണോ എന്നോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിച്ച് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂം എന്തായാലും റിക്രൂട്ടറിൻ്റെ കയ്യിൽ എത്തിയിരിക്കും.